സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഗോതമ്പ് ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് ദോശ. അപ്പം അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് സവാള പൊടിയായി അരിഞ്ഞത്, അത്രയും മതി, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വയ്ക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ചേർത്ത് നമുക്കതൊന്ന് കലക്കി വയ്ക്കാം. കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊരു ദോശമാവിൻ്റെ അയവിൽ കിട്ടണം. ഒരു കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. ഈ ഒരു പാകത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മാവൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് പരത്താൻ പറ്റില്ല നമുക്ക്. ഒരു സ്പൂൺ നെയ്യും 1 സ്പൂണ് എണ്ണയും കൂടി മിക്സ് ചെയ്തതാണിത്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ആ ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ദോശ 6 ദോശ കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് മാവുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.